നമസ്കാരം. N4 ന്യൂസിന്റെ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജോ വേലുപ്പാടം. ആദ്യം വാർത്തകളുടെ തലക്കെട്ടുകൾ നോക്കാം. വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ ബസിൽ കയറ്റാത്ത സംഭവം കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ലോകമെങ്ങും കാൽപന്താവേശം അലയടിക്കുമ്പോൾ ബ്രസീൽ ടീമിനോടുള്ള ആരാധന മൂത്ത് സാംബസാലി വീണ്ടുമെത്തി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തൃക്കൂർ SMS റോഡ് തകർന്നു. കുന്നംകുളം പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വൻതോതിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 പേരെ പിടികൂടി. ചന്ദ്രപ്പിനിയിൽ ഇടിമിന്നലേറ്റ് പശുക്കൾ ചത്തു. കണ്ണമ്പുള്ളി വീട്ടിൽ സുധീരന്റെ പശുവും പശുക്കുട്ടിയുമാണ് ചത്തത്. വാർത്തകൾ വിശദമായി അറിയാം. വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ ബസിൽ കയറ്റാത്ത സംഭവം കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ ബസിൽ കയറ്റാത്ത സംഭവത്തിൽ നടപടി. കണ്ടക്ടർ രാമദാസിന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. 3 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തത്. കണ്ടക്ടർക്ക് ബോധവൽക്കരണവും നൽകും. വടക്കാഞ്ചേരി ജോയിന്റ് RTO ഓഫീസിലേക്ക് വിളിച്ചുവരുത്തി വിശദീകരണം കേട്ട ശേഷമായിരുന്നു നടപടി. സ്വകാര്യ ബസിൽ കയറാൻ കണ്ടക്ടറോട് യാചിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ ദൃശ്യങ്ങൾ ചർച്ചയായിരുന്നു. വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായത്. 4 വിദ്യാർത്ഥികളെ മാത്രം ബസിൽ കയറ്റി യാത്ര ആരംഭിക്കുകയും മറ്റു വിദ്യാർത്ഥികൾ എത്ര ആവശ്യപ്പെട്ടിട്ടും കയറ്റാൻ വിസമ്മതിക്കുകയുമായിരുന്നു. KSRTC ബസിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചുള്ള പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയതിലെ പ്രതികാരമാണ് വിദ്യാർത്ഥികളോട് സ്വകാര്യ ബസ് ജീവനക്കാർ കാണിക്കുന്നതെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. വിദ്യാർത്ഥികളോടുള്ള സ്വകാര്യ ബസ് ജീവനക്കാരുടെ നടപടിക്കെതിരെ SFIയും രംഗത്തെത്തിയിരുന്നു. വടക്കാഞ്ചേരി സംഭവം ഒറ്റപ്പെട്ടതാണെന്ന് കരുതുന്നില്ലെന്നും സൗജന്യം നൽകുന്ന സർക്കാർ അങ്ങനെ നൽകുമ്പോഴും വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ നിയമനിർമ്മാണവും അതിന്റെ പാലനവും ഉറപ്പാക്കണമെന്നും SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. ലോകമെങ്ങും കാൽപന്താവേശം അലയടിക്കുമ്പോൾ ബ്രസീൽ ടീമിനോടുള്ള ആരാധന മുത്ത് ബ്രസീൽ പ്രതീകങ്ങൾ അണിഞ്ഞ് ഊർജിറ്റാറുള്ള സാംബസാലി വീണ്ടുമെത്തി. തുടർച്ചയായ ഫുട്ബോൾ ലോകകപ്പ് വേളകളിലായി സാംബസാലിയുടെ ഊരുചുറ്റലിന് ഇത് 5ാം ഊഴം. തൃശൂർ വടൂക്കര സ്വദേശിയാണ് ബ്രസീലിയൻ നൃത്തത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന സാംബസാലി. 5 തവണയായി ഫുട്ബോൾ ലോകകപ്പ് മത്സരങ്ങൾ തുടങ്ങുമ്പോഴേ ഈ കടുത്ത ബ്രസീൽ ആരാധകൻ ബ്രസീൽ പ്രതീകങ്ങളും വർണ്ണങ്ങളും ചിഹ്നങ്ങളും അണിഞ്ഞ വാഹനവുമായി ഊരു ചുറ്റാൻ തുടങ്ങും. ബ്രസീലിന്റെ 10ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് ബ്രസീൽ താരങ്ങളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്കൂട്ടറിൽ ബ്രസീൽ ടീമിന്റെ കൊടി, നെയ്മറുടെ കട്ടൌട്ട്, തലയിൽ മഞ്ഞ ചെറു പന്തുകൾ തോരണമാക്കിയ മഞ്ഞ പൂക്കൂട തുടങ്ങിയവയുമായാണ് യാത്ര. ബലൂണിൽ രൂപങ്ങൾ ചമയ്ക്കാനുള്ള കഴിവ് മൂലം ആഘോഷാവസരങ്ങളിൽ ബലൂൺ ആർട്ടിസ്റ്റായും പോകാറുണ്ട്. ബ്രസീൽ ടീമിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം 70ാം വയസ്സിലും തുടരുന്ന സാംബസാലി ഓരോ വേൾഡ് കപ്പ് പിന്നിടുമ്പോഴും ഇഷ്ട ടീമിന്റെ പേരിൽ പുതുതലമുറകൾക്ക് കൗതുകം സമ്മാനിച്ച് പ്രയാണം തുടരുകയാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തൃക്കൂർ SMS റോഡ് തകർന്നു. കരാറുകാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ സമിതി രംഗത്തെത്തി. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ ഫണ്ടിൽ നിന്നും 80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ 640 മീറ്റർ ഭാഗം നിർമ്മിച്ചത്. റോഡ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് നാട്ടുകാർ മുൻപ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇത്ര കാലമായിട്ടും റോഡ് പുനർനിർമ്മിക്കുകയോ കരാറുകാരനെതിരെ നടപടിയെടുക്കുകയോ ചെയ്യാതെ പഞ്ചായത്ത് ഭരണസമിതി ഒത്തുകളിക്കുകയാണെന്നാണ് ജനകീയ സമിതിയുടെ ആരോപണം. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി കടന്നുപോകുന്നത്. 3 വർഷത്തിനിടെ നിരവധി അപകടങ്ങൾ ഇവിടെ സംഭവിച്ചു. വർഷങ്ങളായി നാട്ടുകാർ ദുരിതയാത്ര നടത്തുമ്പോൾ പുതിയ കരാറുകൾ കൊടുത്ത് കരാറുകാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്ന് ജനകീയ സമിതി ആരോപിച്ചു. ജനകീയ സമിതി നേതാക്കളായ കപിൽ രാജ്, മുരളി പാട്ടത്തിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അമൃത സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ നികേഷ്, ശാന്തി മണികണ്ഠൻ, പ്രിയ ചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നംകുളം പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വൻതോതിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 പേരെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി. കുന്നംകുളം ചൊവ്വന്നൂർ മാന്തോപ്പ് സ്വദേശി കരിയടത്ത് വീട്ടിൽ സനൽ, മലപ്പുറം നന്നമുക്ക് പള്ളിക്കര സ്വദേശി അണ്ടനാത്ത് വീട്ടിൽ മുബഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന്
പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. സ്വിഫ്റ്റ് കാറിലാണ് ഇവർ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. പോലീസ് വാഹനം കൈകാണിച്ചെങ്കിലും നിർത്താതെ പോയ പ്രതികൾ പിന്നാലെ എത്തിയ പോലീസുകാർ സഞ്ചരിച്ച വാഹനത്തിൽ തങ്ങളുടെ കാറിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ രാകേഷിന്റെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പിടിയിലായ പ്രതികളിൽ നിന്നും ഏകദേശം 35 കിലോയോളം കഞ്ചാവാണ് കണ്ടെടുത്തത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. പിടിയിലായ സനൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആന്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളാണ്. നിലവിൽ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ്. ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുക്കൾ ചത്തു. സുഗതൻ റോഡ് സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ സുധീരന്റെ പശുവും പശുക്കുട്ടിയുമാണ് ചത്തത്. പാൽ കറക്കുന്നതിനായി തൊഴുത്തിൽ നിന്ന് പശുക്കളെ പുറത്തിറക്കി വീട്ടുമുറ്റത്ത് കെട്ടിയതിനു പിന്നാലെയാണ് പ്രദേശത്ത് ശക്തമായ ഇടിമിന്നൽ ഉണ്ടായത്. മിന്നലിന്റെ ആഘാതത്തിൽ പശുവും പശുക്കുട്ടിയും സംഭവസ്ഥലത്ത് തന്നെ ചത്തതായി ഉടമ സുധീർ പറഞ്ഞു. പശുക്കളും 2 പശുക്കുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു പശുവിനെയും ഒരു പശുക്കുട്ടിയെയും നഷ്ടമായത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി. അർഹമായ നഷ്ടപരിഹാരവും മറ്റു സർക്കാർ സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 13,850 രൂപ, പവന് 1,10,800 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന തലക്കെട്ടുകൾ ഒരിക്കൽ കൂടി. വടക്കാഞ്ചേരിയിൽ വിദ്യാർത്ഥികളെ ബസിൽ കയറ്റാത്ത സംഭവം കണ്ടക്ടറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ലോകമെങ്ങും കാൽപന്താവേശം അലയടിക്കുമ്പോൾ ബ്രസീൽ ടീമിനോടുള്ള ആരാധന മൂത്ത് സാംബസാലി വീണ്ടുമെത്തി. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച തൃക്കൂർ SMS റോഡ് തകർന്നു. കുന്നംകുളം പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വൻതോതിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 പേരെ പിടികൂടി. ചന്ദ്രാപിന്നിയിൽ ഇടിമിന്നലേറ്റ് പശുക്കൾ ചത്തു. കണ്ണമ്പുള്ളി വീട്ടിൽ സുധീരന്റെ പശുവും പശുക്കുട്ടിയുമാണ് ചത്തത്. ഇതോടെ പ്രധാന വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.